കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ അലന് യാത്രാമൊഴി. കൺമുന്നിൽ മകനെ ആന ആക്രമിച്ചതിന്റെ വേദനയും ആന ചവിട്ടിമെതിച്ച ശരീരത്തിലെ പരുക്കും സഹിച്ച് അമ്മ വിജി സ്ട്രെച്ചറിൽ കിടന്ന് അലന് യാത്രാമൊഴി നൽകാനെത്തിയത് ആരുടെയും കണ്ണു നനയ്ക്കുന്നതായിരുന്നു. പാലക്കാട് മുണ്ടൂർ കയറയംകോട് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ മൃതദേഹം വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം മൈലപ്പുള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. നെഞ്ചുപൊട്ടുന്ന വേദനയ്ക്കൊപ്പം ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വേദനയുമായാണ് അവസാനമായി മകനെ ഒരു നോക്ക് കാണുവാൻ അമ്മ വിജി എത്തിയത്. ചേതനയേറ്റ് കിടക്കുന്ന അലന് അമ്മ അന്ത്യചുംബനം നൽകി. കനത്ത പരുക്കു കാരണം ഡോക്ടർമാർ വിലക്കിയിട്ടും മകനെ കാണണമെന്ന് വാശി പിടിച്ച് വീട്ടിലെത്തുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും വീട്ടിലെത്തിയ അമ്മ മകന് സ്ട്രക്ചറിൽ കിടന്ന് അന്തിമോപചാരം നൽകി. രാവിലെ 9 മണിയോടെയാണ് അലന്റെ മൃതദേഹം മുണ്ടൂർ കയറങ്കോട് കണ്ണാടൻ ചോലയിലെ വീട്ടിലെത്തിച്ചത്. അച്ഛൻ ജോസഫും സഹോദരിയും അലനെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. അലന് അന്ത്യയാത്ര നൽകാൻ നിരവധി പേരാണ് വീട്ടിലെത്തിയത്. മതപരമായ ചടങ്ങുകൾക്ക് ശേഷം അലന്റെ മൃതദേഹം മൈലമ്പുള്ളി ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ഞായറാഴ്ച രാത്രിയിലാണ് വീട്ടിലേക്ക് പോകുന്നതിനിടെ അലനെയും അമ്മ വിജിയെയും കാട്ടാന ആക്രമിച്ചത്. സംസ്ഥാന സർക്കാർ അടിയന്തര ധനസഹായമായി 6 ലക്ഷം രൂപ അലന്റെ കുടുംബത്തിന് കൈമാറി. ക്യാമറമാൻ മഹേഷ് പാൽക്കാരനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.